സവാള, തികഞ്ഞില്ലെങ്കിൽ തക്കാളി, കറിവേപ്പില, ഇത് കുറച്ച് കണക്കിന്, ഇച്ചിരി മഞ്ഞപ്പൊടി, ഇതെന്തൊക്കെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മസാലയും കൂടെ. എത്ര സ്പൂൺ വീതം? അതിൻ്റെ ഒരു അളവിന്. മുളക് പൊടിയും ഒരു 2 സ്പൂണ്, പിന്നെ ഗരം മസാല, അമ്മ ഓടിച്ചല്ലേ? മൂപ്പിക്കണം. എണ്ണയൊന്നും ഒഴിക്കില്ല. അതിന് കണക്കായിട്ട് ശകലം മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മസാല, പിന്നെ നല്ല വെളുത്തുള്ളിയും വേണമെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്താൽ നല്ലത്. അമ്മ സാധാരണ ഇങ്ങനെ വയ്ക്കണം. നല്ല ടേസ്റ്റ് ആണല്ലോ അമ്മ വയ്ക്കണം. ഒന്നും ചേർത്തില്ല, ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മൂക്ക് കരിഞ്ഞാൽ കൊള്ളില്ല. നമ്മൾ വന്നതിൻ്റെ ഒന്നൊരു കറി വെച്ചില്ലേ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ഉരുളക്കിഴങ്ങ് കറി തന്നെ. കിഴങ്ങ് കറി തന്നെ. കരയാൻ തോന്നുന്നു. എനിക്ക് കരയാൻ തോന്നുന്നു. ഓ ഇത് വിസിലടിക്കുമ്പോൾ കറിയാവും അല്ലേ? ഇനി ഇതിൽ തേങ്ങ ചേർക്കും. അത് വറുത്തരയ്ക്കോ? അല്ല, അത് ചുമ്മാ ഇത് അരച്ച് ഇതിൽ ചേർത്ത് ഒന്ന് തിളപ്പിച്ചറക്കും. 4 അല്ലേ? ഇത് തളിക്കണം അല്ലേ? ലാസ്റ്റിൽ അത് ഉഴുന്ന് ഒരുക്കും മുളകും കൂടെ ചേർത്താൽ രുചി. ഞാൻ ചേർക്കും ഒരുക്കും മുളകും, അല്ലെങ്കിൽ വെറും കടുക് ഉണ്ടെങ്കിൽ വെറും കടുക്. കടുകും കരിവേപ്പിലയും മാത്രം. ബിരിയാണി, ഉരുളക്കിഴങ്ങ് ബിരിയാണി. അന്ന് നല്ല കറുത്ത കളർ ചെയ്ത് നല്ല കറി. ഇച്ചിരി കൂടെ മൂത്ത് കാണും. മുളക് പൊടി അല്ലേ? ഉഴുന്നൊരുക്കും മുളകും. തോടുള്ളതാണല്ലേ? തോടില്ലാത്തതും ഇടാം അല്ലേ? അത് മുഴുവൻ ഇതായിട്ട് കിടക്കുക. ഇതാകുമ്പോൾ പാതിയാവും. ചെറിയ തവ വരണം അല്ലേ? ഉപ്പ് കുറവാ? അപ്പോൾ കടുക് തളിച്ച ശേഷം വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് ഒരു ചെറിയ തിളയും കൂടെ വരുത്തുക. അതായത് ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.